ദില്ലി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്കെതിരെ പോലീസ് കേസെടുക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നീ വേഗം വീട്ടിലേക്കില്ലേ? ഏറ്റവും വലിയ വാർത്ത, വീണയ്ക്കും പിണറായി വിജയനും കുരുക്കായി മാറുകയാണ് ശശിധരൻ കർത്തയുടെ മൊഴി. ഇതെന്ത് പിശാചിക്കലാണ്? ഉടുമ്പ് പിടിക്കണവരെ പിടിക്കുന്നത്. പിണറായിയുമായുള്ള അടുപ്പത്തിന്റെ പേരിലാണ് വീണയ്ക്കും കമ്പനിക്കും പണം നൽകിയത് എന്നാണ് മൊഴി. എന്താ ഉറക്കം വരുന്നു. കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് ഇഡി. കയ്യിന്ന് പോയടാ ചാർലി. കുറുപ്പ് സാറിന് ഇപ്പൊ അവന്മാരുടെ കൈ കിട്ടിയ കുറുപ്പ് സാറിന്റെ കാര്യം പോക്കാം. വീണയ്ക്ക് പണം നൽകിയത് പിണറായിയുമായുള്ള ബന്ധത്തിൽ എന്ന ശശിധരൻ കർത്തിയുടെ മൊഴിയുടെ അടിസ്ഥാനമാക്കി പിണറായിലേക്ക് എത്താനാണ് ഇഡി ഒരുങ്ങുന്നത്. ഈ കൈകൾ ശുദ്ധമാണ്, അതുകൊണ്ട് തന്നെയാണ് വീണ CMRL-ന് സേവനങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നും ശശിധരൻ കർത്ത പറയുന്നു. സത്യമാണെന്നാണ് പറയല്ല. പണം പിടിച്ചു, കർത്താവ് തരുന്നു, ഞാനത് കൈനീട്ടി വാങ്ങിക്കുന്നു. എങ്ങനെയുണ്ട്? ടിവിയിൽ വരുമോ? ഏറ്റവും സുപ്രധാനമായ വിവരമാണ് പുറത്തു വരുന്നത്. നമ്മളെ ഏൽക്കില്ല, കാരണം ഈ കൈകൾ ശുദ്ധമാണ്. ഈ സേവനം ചെയ്തു എന്നുള്ള പേരിൽ വ്യാജ ഇൻവോയ്സ് ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ വീണയ്ക്ക് പണം ലഭിച്ചിരുന്നു എന്നുള്ളതാണ് ഇഡി കണ്ടെത്തിയിരിക്കുന്നത്. ട്രാവൽ ഏജൻസി പുള്ളി നടത്തിയ ഇടപാടിന്റെ തെളിവെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഒന്നുമില്ലാതെ ഞാൻ ഇവിടെ വന്ന് ഇതൊക്കെ പറയുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? സ്വാഭാവികമായും പിണറായിലേക്ക് ചോദ്യം ചെയ്യലെത്തും. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. എന്ത് സഹായം എന്തിന്റെ പുറത്താണ് നൽകിയത് എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത വരുത്തേണ്ടി വരും. ഓ, അപ്പൊ അതിനൊരു തീരുമാനമായി. കർത്താവേ, ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ. പൊന്നു മോനെ.